ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് ഒരു സ്ഥലം വരെ പോവാണ്. എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചേച്ചിയുടെ മോൻ്റെ കല്യാണമാണ്. ഞാൻ ഇടയിൽ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ചേച്ചിയുടെ മോൻ്റെ കല്യാണമാണ് സൺഡേ. അപ്പോൾ നാളെയാണ് കല്യാണം കേട്ടോ. അപ്പോൾ ഇത് കല്യാണത്തിൻ്റെ തലേദിവസം എടുത്ത വീഡിയോ ആണ്. കല്യാണത്തിൻ്റെ തലേദിവസം വൈകുന്നേരം നമ്മൾ റെഡി ആയിട്ട് ചേച്ചിയുടെ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ കല്യാണത്തിൻ്റെ തലേ ദിവസമല്ലേ ചെറിയ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നാളെ നേരത്തെ കെട്ടാൻ പോണതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ എന്താ പറയുക, ദക്ഷിണ കൊടുക്കില്ലേ, അതൊക്കെ ഇന്ന് രാത്രി ചെയ്യാനുള്ള ഇതിലാണ് കേട്ടോ. അല്ലെങ്കിൽ രാവിലെയാണ് ചെയ്യാറ്. അപ്പോൾ എന്തായാലും ഇന്ന് രാത്രി ആ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളൊരു 4 മണിക്ക് 4-4:30 നമ്മൾ റെഡി ആയിട്ട് പോയി. ഇതാണ് കേട്ടോ നമ്മുടെ ചേച്ചിയുടെ വീട്. ഇതാണ് നമ്മുടെ കല്യാണ ചെക്കൻ ശരവണൻ. അങ്ങനെ എന്താ പറയുക, അലങ്കാര പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്താ പറയുക, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ പോണ സമയത്ത്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ വാഴയൊക്കെ 2 സൈഡും കെട്ടി നമ്മൾ കല്യാണത്തിനൊക്കെ അങ്ങനെയൊക്കെ ചെയ്യില്ല. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ എല്ലാ അലങ്കാര പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ കല്യാണ വീട് പറഞ്ഞാൽ തന്നെ നമുക്കറിയാലോ, ഭയങ്കര തിരക്കും കാര്യങ്ങളും എല്ലാം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. കല്യാണത്തിൻ്റെ തലേ ദിവസം ഞാനൊരു സാരിയാണ് ഉടുത്തത് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു സാരി ആണ് ഉടുത്തത് കേട്ടോ. അതാ ചേച്ചിയുടെ മക്കളും പിള്ളേരും കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കല്യാണത്തിൻ്റെ തലേ ദിവസം. അപ്പോൾ അതിന് തിരക്കും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തിരക്കും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആൾക്കാർ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തിരക്കിൽ നമ്മുടെ വീഡിയോ എടുക്കാനും ഞാൻ മറന്നില്ല. അങ്ങനെ വീഡിയോ ഒക്കെ സെറ്റാക്കി. പിന്നെ കുറേ ദിവസമായല്ലോ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട്, കുറേ ദിവസമായി. വിഷു ഒക്കെ കഴിഞ്ഞ വിഷുവിൻ്റെ തിരക്കും അത് കഴിഞ്ഞ ശേഷം പനി വന്നു. പിന്നെ അതിന് ശേഷം കല്യാണത്തിൻ്റെ തിരക്കും കാര്യങ്ങളും എല്ലാം കൊണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ കുറേ ലേറ്റായിട്ടോ. ഇടയിൽ കുറേ ദിവസം വിട്ടുവിട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി 2 ദിവസം നമ്മുടെ കല്യാണത്തിൻ്റെ ഈ തിരക്കും കൂടി കഴിഞ്ഞാൽ പിന്നെ ഏകദേശമുള്ള തിരക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇനി കറക്റ്റായി മുടങ്ങാണ്ട് വീഡിയോ ഇടണമെന്നുണ്ട്. അപ്പോൾ നമ്മുടെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് കേട്ടോ. അതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാനും ഇടാനും എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് എന്തായാലും 2 ദിവസം എന്തായാലും കല്യാണത്തിൻ്റെ വീഡിയോ എല്ലാം ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ കുറച്ച് വീഡിയോ വിശേഷങ്ങളും ആണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചേച്ചി ഇരിക്കുന്നുണ്ട്, പിന്നെ അമ്മയുണ്ട്, പിന്നെ ശരവണൻ കല്യാണച്ചക്കൻ്റെ അമ്മായിമാരും പിള്ളേരും കുറേ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം നല്ല ആഘോഷങ്ങളായിരുന്നു. പാട്ടും ഡാൻസും ഒക്കെ ഡാൻസൊന്നും പറയില്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പാട്ടൊക്കെ വെച്ച് അങ്ങനെ എല്ലാവരും ഒരു നല്ല സന്തോഷത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം വന്നവർക്ക് ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളമൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ എല്ലാവർക്കും കുടിക്കാനും കാര്യങ്ങളൊക്കെ കൊടുത്തത്. പിന്നെ ഇതാ ലൈറ്റൊക്കെ സെറ്റാക്കിയിട്ട് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡെക്കറേഷനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ആണ് കേട്ടോ. ആ ലൈറ്റൊക്കെ കാണാൻ നന്നായിരുന്നു കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിൽ ഫുള്ളായിട്ട് ലൈറ്റുകളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മളൊരു നാത്തൂനാണ് കേട്ടോ. നമ്മുടെ 4ാമത്തെ നാത്തൂനാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളത് വിജയ ചേച്ചി എന്ന് പറയും. ഇതാ പിന്നെ നമ്മുടെ അപ്പൂസുണ്ട്, ചേച്ചിയുടെ മോളുടെ മോനാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കുറച്ച് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ. ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ പിള്ളേർ എല്ലാവരും എല്ലാവർക്കും പിന്നെ ഇപ്പോൾ പിള്ളേരുടെ കയ്യിൽ എല്ലാവരും ഫോണും കാര്യങ്ങളൊക്കെ അല്ലേ, ഇടയിൽ അതും കുത്തിക്കൊണ്ട് എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതാ അപ്പൂസിനൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാരി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്താണ് കേട്ടോ. സിമ്പിളായിട്ടുള്ളതാണ്. ഇവിടുത്തെ അമ്മയുടെ സാരിയാണ് കേട്ടത്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ബ്ലൗസ് ഉണ്ടല്ലേ, ഒരു ഗ്രീൻ കളർ, അത് എന്നിട്ട് റെഡിമെയ്ഡ് ബ്ലൗസാണ് കേട്ടോ. സ്റ്റിച്ചത് നല്ല റെഡിമെയ്ഡാണ്. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. 400 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഡ്രസ്സ്. എന്താ പറയുക, ബ്ലൗസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ബ്ലൗസിനെ കുറിച്ചൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. പിന്നെ അതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും എല്ലാവരും വന്ന് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
അപ്പോൾ ഇതാ വിളക്കൊക്കെ കൊളുത്താനായിട്ട് ഇതാ നമ്മുടെ നാത്തൂനാണ് കേട്ടോ, ഏട്ടൻ്റെ മൂത്ത ചേച്ചിയാണ് വിളക്ക് കൊളുത്താൻ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ചേച്ചി എൻ്റെ അടുത്ത് വിളക്ക് കൊളുത്താൻ പറഞ്ഞു. പിന്നെ ഞാൻ വിളക്കൊക്കെ കൊളുത്തിയിട്ട് പക്ഷേ അത് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഞാൻ എടുക്കാൻ പറഞ്ഞിരുന്നു, മിസ്സാക്കി. അങ്ങനെ നമ്മൾ വിളക്കൊക്കെ കൊളുത്തി. പിന്നെ അതിന് ശേഷം ദക്ഷിണ കൊടുക്കൽ ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ശരവണൻ്റെ ചെറിയച്ഛന്മാർ, ചെറിയമ്മമാർ, അമ്മായിമാർ, മേമ്മമാർ, അതുപോലെ തന്നെ ഞാൻ അമ്മായിയായിട്ട് വരും കേട്ടോ. ശരവണൻ്റെ മാമൻ്റെ ഭാര്യയാണ് കേട്ടോ ഞാൻ. അങ്ങനെ എല്ലാവർക്കും ദക്ഷിണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ എന്തായാലും ഇത് ചെയ്യാൻ പറ്റില്ല, കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ചെയ്യുന്നതാണ്. പക്ഷേ 7 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ രാവിലെ എന്തായാലും സമയം ഉണ്ടാവില്ല പറഞ്ഞിട്ട് തലേ ദിവസം തന്നെ ആ ചടങ്ങ് അങ്ങോട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും ദക്ഷിണയൊക്കെ വെച്ച് പിന്നെ ഞാനും ഏട്ടനോ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കും അതുപോലെ തന്നെ ദക്ഷിണ വെച്ച് അനുഗ്രഹം വാങ്ങിക്കുകയാണ്. അങ്ങനെ ആ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഫാമിലി ആയിട്ട് എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. രാവിലെ എന്തായാലും തിരക്കില്ല, ഫോട്ടോസ് എടുക്കലും ഒന്നും നടക്കില്ല എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെ രാത്രി തന്നെ ഫാമിലി ആയിട്ട് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തു. ഇത് പിന്നെ അമ്മയാണ് കേട്ടോ. അമ്മ പിന്നെ എന്താ നമ്മൾ വിഷുവിന് തന്നെ അമ്മ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. എനിക്ക് പനിയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പനിയായിട്ട് അമ്മനെ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അതുകൊണ്ട് തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോവാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ പിന്നെ കണ്ണമ്മ ചേച്ചിയുണ്ട്. അങ്ങനെ എന്താ പറയുക, ദക്ഷിണ കൊടുക്കൽ ചടങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാവരുമായിട്ട് ഫോട്ടോസ് എടുക്കണിട്ട് അതാ കസിൻ, ഇത് പിന്നെ കസിൻസ് എല്ലാവരും കൂടിയിട്ട് അതാ മോളും ഉണ്ട്, പിന്നെ ചേച്ചിയുടെ മക്കളും എല്ലാവരും കൂടിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ എല്ലാവരും ഫാമിലി ആയിട്ട് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം നല്ല എന്താ അടിപൊളിയായിരുന്നു കേട്ടോ. എന്താ പറയുക, കല്യാണം കാര്യം കുറേ ആയിട്ട് നമ്മുടെ ഫാമിലിയിലൊരു കല്യാണം ഒക്കെ ആയിട്ട് കുറേ ആയി. അപ്പോൾ എല്ലാവരും ഈ കല്യാണത്തിന് അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതാ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള അറേഞ്ച്മെൻറ്റ്സ് കാണുമ്പോൾ ഇതെങ്ങനെയാണ് കേട്ടോ, സൂപ്പറായിരുന്നു കേട്ടോ. വീഡിയോസിലൊക്കെ കാണാനായിട്ട് അടിപൊളിയായിരുന്നു. ഇതാ കണ്ടില്ലേ, നന്നായി നല്ല രസമുള്ള കളറ്, മഞ്ഞയും പിന്നെ അതുപോലെ തന്നെ വൈറ്റ് കളറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ്. അപ്പോൾ ഞാനതിൽ ഇടയിൽ ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞു തന്നിട്ട് സിമ്പിളായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ലൈറ്റൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഞാനിതാ ചുമ്മാ അങ്ങനെ നടന്നു വരുന്നത് വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞു. പിന്നെ അങ്ങനെ ഫാമിലി ഫോട്ടോസ് എടുക്കുന്നത് നമ്മൾ ഏട്ടൻ പിന്നെ ഫുഡൊക്കെ എടുക്കാൻ പോയിട്ട് ഒരുപാട് ലേറ്റായിട്ടാണ്. പിന്നെ വന്നതിന് ശേഷമാണ് ഞങ്ങളിതാ ഫാമിലി ആയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു, ഫോട്ടോയും വീഡിയോസും എല്ലാം എടുത്തു. ഇനി അടുത്തത് ഫുഡൊക്കെ കഴിക്കണം. പിന്നെ നമ്മൾ തിരിച്ച് അന്ന് തന്നെ നമ്മൾ വീട്ടിൽ പോയിട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത് തന്നെയല്ലേ, അതുകൊണ്ട് തന്നെ വീട്ടിൽ പോയി റെഡിയായിട്ട് കാലത്ത് നേരത്തെ വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീട്ടിൽ പോയിട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വ്ളോഗായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോസും എല്ലാ കാര്യങ്ങളായിട്ട് ഞാൻ നാളെ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അതാ നമ്മുടെ ഫുഡ് കഴിക്കുന്ന പരിപാടിയിലേക്ക് ഇറങ്ങി കേട്ടോ.